നമസ്കാരം. ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഷാനവാസിന് 8ന്റെ പണി 7ന്റെ പണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷാനവാസിന് 7ന്റെ പണി കിട്ടുമോ? കാരണം ആര്യന്റെ PR ഏഷ്യാനെറ്റിന് ഒരു മെയിൽ അയച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന് തിരിച്ച് ഒരു മെയിൽ ഏഷ്യാനെറ്റ് ആര്യന്റെ PR അയച്ചു എന്നുള്ളത് ഒരു അപ്ഡേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ആര്യനും ഷാനവാസും മുമ്പ് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായ വ്യക്തികളാണ്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും അതൊരു സൗഹൃദത്തിലേക്ക് വരികയും വീണ്ടും ഇപ്പൊ പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു അവസ്ഥയാണ്. അതുപോലെ ആര്യനെ ഇന്ന് നമുക്ക് പ്രമോല് കാണാം. ആര്യനെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിക്കുന്നു. ആര്യൻ പോകുന്നില്ല. ബിഗ് ബോസ് ചൂടാവുന്നു. വീണ്ടും ബിഗ് ബോസ് എന്തോ പറയുന്നു. കൺസ്ട്രക്ഷൻ റൂമിൽ ആര്യനിട്ട് ശരിക്കും കൊടുക്കുന്നു. എന്നിട്ട് ആര്യൻ പുറത്തു വരുന്നു. ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നു ബിഗ് ബോസ് നല്ല കലിപ്പിലാണ്, ആരൊന്നും പറയാൻ പോണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അകത്ത്. വളരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആര്യനുമായിട്ട് ബിഗ് ബോസ് ശരിക്കും കൊട്ടുന്നുണ്ട്. ഷാനവാസിന് 7ന്റെ പണി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ മോഹൻലാൽ ഈ വീക്കെൻഡിൽ ഒരു റെഡ് കാർഡൊക്കെ കൊടുക്കാൻ സാധ്യത ഉണ്ട്. എന്തായാലും ഒരു നടപടി ഉണ്ടാവും, ഷാനവാസിനെതിരെ ഒരു നടപടി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ഇപ്രാവശ്യം ജയിലിൽ പോകുന്നു. ജയിൽ നോമിനേഷനിൽ അനീഷും ലക്ഷ്മിയുമാണ് ഇന്നത്തെ എപ്പിസോഡിലാണ് അത് കാട്ടിക്കാൻ സാധ്യത. അപ്പൊ അനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ മനഃപൂർവ്വം ഇവർക്ക് ഇപ്പൊ ഏകദേശം ഈ ഇന്നലെ സാബണ്ണനൊക്കെ വന്നപ്പോ ഇവർക്കൊരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. അനീഷ് എവിടെയോ പ്രേക്ഷകരുടെ മുമ്പിൽ കുറച്ചോ കത്തിക്കേറുന്നുണ്ടോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പൊ അനീഷിനെ അങ്ങ് ഒതുക്കിക്കളയാൻ വേണ്ടിയിട്ട് ജയിൽ നോമിനേഷനും മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് കണ്ടുപോകുന്നത്. കാരണം അനീഷിനെ നോമിനേഷൻ കുറെ പ്രാവശ്യം ജയിലിൽ പോയി. ഒരു വ്യക്തിനെ തന്നെ അതിനേക്കാളും കൂടുതൽ അനീഷ് തെറ്റൊന്നും ചെയ്തിട്ടാന്നല്ല, പക്ഷെ അനീഷിനെക്കാളും കൂടുതൽ തെറ്റ് ചെയ്ത ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അവരൊരു പേരും പറയാതെ അനീഷിനെ ടാർഗറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ശരിക്കും ജയിലിലേക്ക് അയക്കുന്നുള്ളത്. ഇതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം ശരിയാണോ തെറ്റാണോ എന്നുള്ള. പക്ഷെ അനീഷിന് ഒരു കൂസലുമില്ല കേട്ടോ. ഓന് ജയിലിൽ പോകാനാണെങ്കിൽ ജയിലിൽ പോകാനും. ഇന്നലെ സാബോണനോട് പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ചൂണ്ടിയ തോക്കിൽ ചൂണ്ടുന്ന പോലെ എന്നാണ്. അപ്പൊ അനീഷ് അങ്ങനെയാണ്. അനീഷിന്റെ അപ്പോൾ സാബോണൻ പറഞ്ഞു നീ ഇങ്ങനെല്ലാം ഡ്രാമാറ്റിക് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അനീഷ് പറയാണ് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ രീതി. അത് ഓൻ ജെനുവിനായ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഓൻ പറയുന്നുണ്ടല്ലോ, പല ഗ്രൂപ്പിലുള്ള പല ആളും പറയുന്നുണ്ട് അനീഷിന് ഒരുപാട് PR പുറത്തുണ്ട്, PR ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനീഷ് പറയുന്നു എനിക്കാകെ ഞാൻ ഒരു കൃഷികനാണ്, ആ ഒരു ഉണ്ടായ പാടം വെച്ചിട്ടൊന്നും എനിക്ക് PR പൈസ കൊടുത്തിട്ടൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും തന്നെ പറ്റൂല അങ്ങനെയൊക്കെ. അപ്പൊ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും അതിന്റെ അകത്തായാലും പല രീതിയിൽ അനീഷിനിട്ട് കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടോപ്പ് 5 എന്തായാലും അനീഷ് ഉണ്ടാവും. അനീഷും അനുമോളൊക്കെ ഉണ്ടാവും. നമ്മളെ ഷാനവാസിക്ക ഉണ്ടാവും എന്നുള്ളതാണ്. ഷാനവാസിക്ക് ഈ വീക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ ഷാനവാസിക്ക കൂടി ടോപ്പ് 5 ഉണ്ടാവും. പക്ഷെ ഷാനവാസിക്കൊക്കെ ചിലപ്പം 7ന്റെ പണി ഏത് രീതിയിൽ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ല നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ട്. പല വീട്ടുകാരെ വിളിക്കുന്നൊരു പ്രശ്നങ്ങൾ ഓവറായിട്ട് വരുന്നുണ്ട്. അതായത് രണ്ടുപേരും ഷാനവാസിക്കാന്നല്ല, ഷാനവാസിക്കിന്റെ ഓപ്പോസിറ്റ് ആരാണോ വന്നത് അവർ വീട്ടുകാരെ വിളിക്കുമ്പോഴാണ് ഷാനവാസിക്ക അതിനേക്കാളും ഇരട്ടിയായ പദങ്ങൾ യൂസ് ചെയ്തിട്ടാണ് വീട്ടുകാരെ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും കണ്ടറിയാം. നമുക്ക് വീണ്ടും പുതിയ അപ്ഡേഷനിലേക്ക് വരാം. നാളെയോ മറ്റന്നാളോ മറ്റു പുതിയ അപ്ഡേഷനുകൾ തരുന്നതായിരിക്കും. എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.